പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ വീഡിയോയുടെ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും, ഒരു പുല്ലുവെട്ടുന്ന മെഷീനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ഏറ്റവും സിമ്പിളസ്റ്റ് മോഡൽ കേട്ടോ, ഏറ്റവും സിമ്പിൾ മോഡലായിട്ടാണ് നമുക്ക് പുല്ലുവെട്ടുന്ന മെഷീൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പുല്ലുവെട്ടാൻ ആവശ്യമുള്ളത് മെയിൻ സാധനം ഇതാ, ഈ രണ്ട് സാധനങ്ങളാണ്. ഞാൻ ഒരു കട്ടറും പിന്നെ ഈ നൈലോൺ കേബിളും. ഇത് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടും. ഇതിപ്പോൾ 1 മീറ്ററാണ് എടുത്തിക്കണത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ഈ മോട്ടർ കൊണ്ടാണ് ചെയ്യണത്. അപ്പൊ ആദ്യം എടുത്ത് ഈ ബ്ലേഡ് ഒന്ന് ഊരണം. ഇനി അടുത്തത് ഈ നൈലോൺ കേബിൾ ഈ ഒരു വീതിയാണ്, ഈ ഒരു നീളമാണ്. അപ്പൊ നമുക്ക് അത് മുറിച്ചെടുക്കാം. അതാ ഈ ഒരു സാധനത്തിന്റെ 2 ഹോള് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇത് ഇടുക. അതുപോലെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇട്ടു. ഇത് നമുക്ക് നേരെ മോട്ടറിലേക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ അതാ ഈ സാധനം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇടുകയാണ്. പരമാവധി നമ്മൾ കൈ കൊണ്ട് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്പാനർ കൊണ്ട് ടൈറ്റ് ചെയ്യുക. നമ്മൾ പുല്ലുവെട്ടുന്ന മെഷീൻ്റെ ഏകദേശം ഒരു രൂപം ഉണ്ടാക്കി. ഇനി നമുക്ക് അതിനൊരു ഫ്രെയിം ഉണ്ടാക്കണം, ഒരു പിടുത്തം ഉണ്ടാക്കണം. അതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അതിന് പിടുത്തം ഉണ്ടാക്കുന്നത് ഈ ഒരു സാധനം കൊണ്ടാണ്. ഇതൊരു മുളയാണ്, അത്യാവശ്യം ബലമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നേരെ അത് വെക്കാം. അത് ടാപ്പ് ചെയ്തിട്ടാട്ടോ വെക്കണം. അപ്പോൾ നമ്മളിതാ ഇങ്ങനെയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടാപ്പ് ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചുറ്റി കൊടുക്കുക. ഈ ഒരു ബലത്തിലാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. അല്ല നമ്മൾ വേറെ കേബിൾ, നൈലോൺ കേബിളൊന്നും വെച്ച് ടൈറ്റ് ആക്കണില്ല. ചുറ്റും കൂടി നമ്മളിതിൻ്റെ ബാക്കിലൊന്ന് ചുറ്റി കൊടുക്കാം, എന്നാലേ നല്ല ടൈറ്റായിട്ട് നിൽക്കുള്ളൂ. നമ്മൾ ഒരു ടാപ്പ് ഫുള്ള് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചുറ്റി കൊടുക്കുക. ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് വെക്കണം. അതിന് മുമ്പ് ഇതിന് ഇങ്ങനെ ഇവിടെ ഒരു സ്വിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ പണിയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് അടിച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റി പ്രധാനമാണ് കേട്ടോ. ഇവിടെ മറ്റേ കണ്ണടയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ണട എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓണാക്കി വെക്കാൻ പോവാണ്. എന്താ അവസ്ഥ? അപ്പോൾ പുല്ല് നല്ല അടിപൊളിയായിട്ട് മുറിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും സിമ്പിളായിട്ടോ ഉണ്ടാക്കിക്കണേ, നല്ല സിമ്പിളാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.